ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് മട്ടൺ റോസ്റ്റാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മട്ടന് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ഈസിയാണ്. ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ബീഫും ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ അടുപ്പിലേക്ക് ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ബേ ലീവ്സ് ഇട്ട് കൊടുക്കാം. 1 സ്റ്റാർ അനീസ് തക്കോലം ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3 ഏലക്കായ, 3 ഗ്രാമ്പു, 2 കഷ്ണം പട്ട. അപ്പോൾ കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സവാള ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടിക്കോളും. ഈ സവാള ഒന്ന് നന്നായി വഴന്ന് വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിൻ്റെ ഈ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി ചില്ലി മിക്സ് ചെയ്തിട്ടാട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നാട്ടിൽ നിന്ന് മുളക് പൊടി കൊണ്ടുവരാറാണ്. അപ്പോൾ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ 1 കിലോ കാശ്മീരി ചില്ലിയും 1 കിലോ സാധാരണ മുളക് പൊടിയും കൂടെ വാങ്ങിച്ച് മിക്സ് ചെയ്ത് പൊടിച്ചെടുക്കാറാണ്. അപ്പോൾ നമുക്ക് നല്ല കളറും കിട്ടും, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള എരിവും ഉണ്ടാവും. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ചും ഇറച്ചി മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഭാഗം എന്നോട് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ച മട്ടനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ആദ്യം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട. നമുക്ക് മട്ടൻ കുക്കാവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ വരികയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണ് അതിൽ ചേർത്തതെന്നുള്ളത്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ എന്തെങ്കിലും വേറെ സംശയം വരികയാണെങ്കിൽ എന്നോട് കമൻറ്റിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കുക്കാവാൻ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോൾ ഇത് എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കാരണം ഇതിൽ എരിവ് കുറവായിരുന്നു. അപ്പോൾ മട്ടനൊക്കെ ആകുമ്പോൾ കുരുമുളകും നല്ല ജീരകം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് എത്ര സമയം വേവിക്കണം എന്നുള്ളത് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഓരോ മട്ടന് ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള വേവിൽ ഇത് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിത് 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്തു. അപ്പോൾ ഇതിൻ്റെ നെയ്യൊക്കെ നന്നായിട്ട് ഊറി വന്നിട്ടുണ്ട്. മട്ടൻ വാങ്ങിക്കാനുള്ളൊരു മടി എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ ഈ നെയ്യൊക്കെ മാറ്റിക്കളയുക. അല്ലെങ്കിൽ ഇതിൻ്റെ നീര് മാത്രം എടുത്തിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി വരും. അപ്പോൾ അതൊന്നും മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസ് തക്കാളി അതൊന്ന് മിക്സിയിലൊന്ന് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. നന്നായി ജ്യൂസായി പോകുന്നു വേണ്ട, ഒന്ന് ക്രഷായി കിട്ടിയാൽ മതി. എന്നിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മട്ടനൊക്കെ ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഞാനൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ വെള്ളം ഒന്ന് കുറച്ച് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ്. ഇതിലേക്ക് 1 പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ നീരൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ. ഒരുപാടൊന്നും വറ്റിപ്പോണ്ട. അപ്പോൾ ഇതിലേക്ക് എരിവ് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് ഇത് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമുക്കൊരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിൻ്റെ വെള്ളം നന്നായി ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഒരുപാട് കുക്കായി പോകുന്നു വേണ്ട, ഇത് അതിലിങ്ങനെ കാണാൻ വേണം. അപ്പോൾ അതാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ചൂട് പിടിച്ചാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് സമയത്തേക്ക് ചേർത്ത് കൊടുക്കുക.
അപ്പോൾ ഇതിൻ്റെ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടെ തിക്കായി വരും. അപ്പോൾ ഈ ഒരു പാകത്തിൽ ഞാൻ ഓഫ് ചെയ്തെടുക്കാൻ പോവാണ്. ഇതിലേക്ക് കുറച്ച് പുതിന ഇലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മട്ടൺ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്, ചപ്പാത്തിയുടെ ചോറിൻ്റെ എന്തിൻ്റെ കൂടെ ആയാലും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇനി മട്ടൺ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. Thank you for watching Jasna's Kitchen.